जय राधा माधवा कुंज विहारी। जय राधा माधवा कुंज विहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज विहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज विहारी। जय राधा माधवा कुंज विहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। जय राधा माधवा कुंज विहारी। जय राधा माधवा कुंज विहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। जय प्रभुपादा शील प्रभुपादा। जय गुरुदेवा जय गुरुदेव। नित्य गौर हरि भो हरि भो हरि भो। नित्य गौर हरि भो नित्य गौर हरि भो हरि भो हरि भो। नित्य गौर हरि भो। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददामि सत्पदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवम्।
സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദിനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. കർമ്മസന്യാസ യോഗം എന്ന 5-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് നമ്മൾ ഈ അധ്യായത്തിന്റെ അവസാനത്തെ 4 ശ്ലോകങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം നമുക്ക് ധ്യാനയോഗത്തിലേക്ക് പോവാം. ശ്ലോകം 26. കാമക്രോധവിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. കാമക്രോധ വിമുക്താനാം യതീനാം യതചേതസാ അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. കാമക്രോധ വിമോക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാമക്രോധ വിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാമക്രോധ വിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. കാമക്രോധ വിമുക്താനാം, കാമക്രോധങ്ങളിൽ നിന്ന് മുക്തനായി, യതചേതസാം, സംയത ചിത്തനായി, വിദിതാത്മനാം, ആത്മജ്ഞാനികളായ യതീനാം, യതികൾ, അഭിതഹ, താമസിയാതെ, ബ്രഹ്മനിർവാണം, പരമപദപ്രാപ്തിയിൽ വർത്തതേ, സ്ഥിതി ചെയ്യുന്നു. കാമക്രോധങ്ങളിൽ നിന്ന് മുക്തനായി, സംയത ചിത്തനായി, ആത്മജ്ഞാനികളായ യതികൾ താമസിയാതെ പരമപദപ്രാപ്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമുക്ക് എങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട്. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് കാമക്രോധ വിമുക്താന. നമ്മള് കാമം, ക്രോധം ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മുക്തരാകണം. അത് മാത്രമല്ല ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകണം. ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളിൽ നമുക്ക് എങ്ങനെ മുക്തരാകാൻ സാധിക്കും? നമ്മുടെ ഭൗതികാഭിലാഷങ്ങളെ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നിയുക്തമാക്കുന്നതാണ് അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. അപ്പോ
കൃഷ്ണാവബോധം എന്ന് പറയുന്നത് തന്നെ അതാണ്. ആദ്യത്തെ പടി കാമക്രോധങ്ങളിൽ നിന്ന് വിമുക്തരാകുക. പിന്നെ പറയുന്നത് എന്താണ്? യഥചേതസാം, നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക, കൺട്രോളിൽ നിർത്താനായിട്ട് നമ്മൾ പരിശീലിക്കണം. പിന്നെ ആത്മീയ ജ്ഞാനം നേടണം, വിദിതാത്മന. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ അവര് യതികള് അല്ലെങ്കിൽ അവര് മുനികളുടെ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏത് ആശ്രമത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും ശരി, അവർക്ക് വളരെ എളുപ്പത്തില് ഭഗവത് ധാമത്തിലേക്ക് പോകാനായിട്ടുള്ള വഴി തുറന്നു പറ്റും എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുവായൊരു 4-ാം സ്കന്ധത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം എടുത്തു പറയുന്നുണ്ട്. യത്പാദ പങ്കജ പലാസ വിലാസ ഭക്ത്യ കർമാശയം കൃത് മുദ്ഗ്രതയന്തി സന്തഃ തദ്വന്ന രക്തമതയോ യതയോവി വൃദ്ധം സ്രോതോ ഗണാസ്തമരണം വാസുദേവം. ഇപ്പൊ പാദപങ്കജ പലാസ വിലാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ തൃപാദങ്ങളില് സേവനം ചെയ്യുന്ന ഭക്തന്മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാമ്യകർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ആഗ്രഹങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പഠിച്ച പോലെ പരംദൃഷ്ടാന്ന് വർത്തതേ, നമുക്കൊരു ഉയർന്ന തലത്തിലുള്ള ആ ഒരു രസം അല്ലെങ്കിൽ ടേസ്റ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് വളരെ താഴ്ന്ന ലെവലിലുള്ള ആഗ്രഹങ്ങളിൽ നമുക്ക് താല്പര്യം തോന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളോട് നമുക്ക് വാസന അല്ലെങ്കിൽ ആ ടേസ്റ്റ് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെല്ലാം തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളുടെ പിറകെ പോകും. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചു, എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രിയങ്ങൾ. എന്ത് നമുക്ക് സന്തോഷം തരുന്ന വിഷയങ്ങളുണ്ട്, എന്ത് വിഷയങ്ങളിൽ നമുക്ക് സന്തോഷം കിട്ടും എന്നങ്ങനെ അതിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഇന്ദ്രിയ വിഷയത്തിനോട് താല്പര്യം തോന്നുന്ന ഒരു വസ്തു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എല്ലാ മനുഷ്യരും സംഭവിക്കുന്നതാണ്, അതിന്റെ പിറകെ പോകും. എത്ര വലിയ ജ്ഞാനികളായിട്ട് യോഗികളായിക്കോട്ടെ, വിശ്വാമിത്ര മഹർഷി, അങ്ങനെ പലരും നമുക്കറിയാം ഉദാഹരണങ്ങളെ. അജാമിലന്റെ കഥ മുഴുവൻ ബ്രാഹ്മണനായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്ത് പറ്റി? അധപതിച്ചു പോയി അല്ലെ. അപ്പോ എത്ര വലിയ യോഗികളായാലും ജ്ഞാനികളായാലും ശരി, അവർക്കും അധപതനം സംഭവിക്കാനായിട്ടുള്ള ആ വഴി വളരെ എളുപ്പമാണ്. പക്ഷെ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ആ സമാധി എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാട്ടിലോ അല്ലെങ്കിൽ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഏത് ആശ്രമത്തിലായിരുന്നാലും ഏത് വർണ്ണത്തിലായി കഴിഞ്ഞാലും നമുക്ക് അതേ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഭഗവത് പ്രാപ്തി നേടാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. വേറൊരു ശ്ലോകം ശ്രീപ്രഭുവാര് ഹരിഭക്തി വിലാസത്തിൽ നിന്ന് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ദർശന ധ്യാന സംസ്പർശേർ മത്സ്യകൂർമ്മ വിഹംഗമാ സ്വാന്യപത്യാനി പുഷ്ണന്തി തഥാഹം അവിപത്മജഃ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ മത്സ്യം എങ്ങനെയാണ് പ്രത്യുത്പാദനം നടത്തുന്നത്? അത് ദർശനം കൊണ്ട് മാത്രമാണ്. കുട്ടികളെ പരിപാലിക്കുന്ന മൂലത്തിന് വെറും ദർശനം കൊണ്ട് മാത്രം, അല്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുക അല്ലെങ്കിൽ താലോലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ മത്സ്യക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ മത്സ്യം. അങ്ങനെയാണ് അവർ വംശത്തിനെ അവർ പരിപാലിക്കുന്നത്. അതുപോലെ തന്നെ കൂർമ്മം, ആമ എന്താ ചെയ്യുന്നത്? ആമ കരയിലാ മുട്ടയിടുന്നത്. പക്ഷെ കരയിൽ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകും. അവിടെ ഇരുന്നുകൊണ്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കും ആമ. അപ്പോ അവിടെ ആ ധ്യാനത്തിലിരുന്നുകൊണ്ടാണ് ആ മുട്ടകൾ വിരിയിക്കുന്നത്. അപ്പൊ ഒരു ആമയ്ക്ക് പോലും ധ്യാനത്തിലിരുന്നുകൊണ്ട് തന്റെ മുട്ട വിരിയിക്കാൻ, അതും ശരീരത്തിനോട് തൊട്ടുപോലും അല്ല അറിയുന്നത്, കരയിൽ കിടക്കുന്ന മുട്ടകളെ വിരിയിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തഥാഹം അഭി, നമുക്കും ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തില് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് ഒട്ടും തന്നെ വിദൂര സ്ഥാനത്തല്ല എന്നാ പറയുന്നത്. ഭഗവാന്റെ ധാമം നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ, നമുക്ക് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളെ നമ്മൾ മുക്തി നേടുക, അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുക. അതുവഴി നമുക്ക് ആ പരമപദപ്രാപ്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 27, 28
സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുർശൈവാന്തരേ ഭ്രോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യാന്തരചാരിണൗ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുർശൈവാന്തരേ ഭ്രോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുർശൈവാന്തരേ ഭ്രൂഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷു ചൈവാന്തരഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. യതേന്ദ്രിയ മനോബുദ്ധിർ. അത് വായിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 28. യതേന്ദ്രിയമനോ ബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. യതേന്ദ്രിയമനോ ബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. യതേന്ദ്രിയമനോ ബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. ശ്ലോകം 28. യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതച്ഛാഭയക്രോധ യഃ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധ യഃ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതേന്ദ്രിയമനോ ബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധ യഃ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭുവാദിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ബാഹ്യാൻ സ്പർശാൻ, ബാഹ്യങ്ങളായ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ബഹിഹി കൃത്വ നിരോധിച്ചും ഭ്രുവോ അന്തരെ പുരികങ്ങൾക്കിടയിൽ ചക്ഷു ഏവച കൃത്വ ദൃഷ്ടിയുറപ്പിച്ചും പ്രാണോപാനോ പ്രാണൻ അപാനൻ എന്നീ വായുത്വങ്ങളെ നാസാഭ്യന്തരചാരിണവും നാസാദ്വാരങ്ങളിൽ സമൗ കൃത്വ സമനിലയിൽ നിർത്തിയും യതേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് വിഗത ഇച്ഛാഭയക്രോധ, ഇച്ഛ ഭയം ക്രോധം ഇവയിൽ നിന്നും മോചനം നേടി യഹ് മുനി ഏതൊരു മുനി മോക്ഷപരായണ മോക്ഷാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നുവോ സ അവൻ സദാ എല്ലായ്പ്പോഴും മുക്ത ഏവ
മുക്തൻ തന്നെയാകുന്നു. ബാഹ്യങ്ങളായ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടിയുറപ്പിച്ചും പ്രാണൻ, അപാനൻ എന്നീ വായുക്കളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് ഇച്ഛ, ഭയം, ക്രോധം ഇവയിൽ നിന്ന് മോചനം നേടി ഏതൊരു മുനി മോക്ഷാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ എല്ലായ്പ്പോഴും മുക്തൻ തന്നെയാകുന്നു. അപ്പോ ഇവിടെ ധ്യാനയോഗത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നമ്മുടെ അടുത്ത 6-ാം അധ്യായത്തില് പറയുന്നുണ്ട്. അപ്പോ എങ്ങനെ നമുക്ക് മോക്ഷാവസ്ഥയിൽ എത്താം എന്നുള്ള ആ പ്രോസസ്സ്, ധ്യാനയോഗം അല്ലെങ്കിൽ അഷ്ടാംഗയോഗം. അപ്പോ അഷ്ടാംഗയോഗം എന്ന് പറയുന്നതൊക്കെയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇങ്ങനെയുള്ള 8 പ്രോസസ്സാണ് ഈ അഷ്ടാംഗയോഗത്തില് വരുന്നത്. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? ബാഹ്യങ്ങളായ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ നിരോധിക്കണം. പിന്നെ നമ്മുടെ ദൃഷ്ടി പുരികങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തണം. പിന്നെ പ്രാണൻ, അപാനൻ, അവ്യാനൻ, സമാനൻ, ഉദാനൻ അങ്ങനെയുള്ള വായുക്കളുണ്ട്. അതിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് നാസാദ്വാരങ്ങളിൽ നമ്മൾ സമനിലയിൽ കൊണ്ടുവന്ന് നിർത്തണം. പിന്നെ ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി ഇതിനൊക്കെ നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മള് ഇച്ഛ, ഭയം, ക്രോധം ഇവയിൽ നിന്നൊക്കെ മോചനം നേടണം. ഇപ്പൊ ഒരു വലിയ പ്രോസസ്സാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും ഇതൊക്കെ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണോ? ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ല. നമുക്കറിയാം ഈ യോഗ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യോഗ പഠിപ്പിക്കുന്ന മാഷ് പറയും, നിങ്ങൾ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ഇവിടെ ഈ യോഗ ക്ലാസ്സിന് വരുന്ന ദിവസമെങ്കിലും നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചായ കാപ്പി കുടിക്കാൻ പാടില്ല, അധികമായിട്ട് നിങ്ങൾക്ക് വികാരം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ മാഷ് പറയാറുണ്ട്. പക്ഷേ അത് താൽക്കാലികമാണ്. അപ്പോൾ അവിടെ പോകുന്ന സ്റ്റുഡൻസ് എല്ലാം അത്രയും ദിവസം 15 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അവർ അതെല്ലാം ആചരിക്കും. ചായ കുടിക്കില്ല, കാപ്പി കുടിക്കില്ല, മത്സ്യമാംസാദികൾ കഴിക്കില്ല, പിന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവർ യോഗയൊക്കെ പരിശീലിച്ചിട്ട് വരും. പക്ഷേ ഈ യോഗ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ഈ പരിപാടികളൊക്കെ വീണ്ടും ആരംഭിക്കും. അപ്പൊ അങ്ങനെയുള്ള യോഗ ക്ലാസ് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അത് വെറും ഒരു ബാഹികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു വ്യായാമമായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ശ്രീരാപ്രഭുപാദര് ഇവിടെ പറയുന്നുണ്ട്, ഈ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ ധ്യാനയോഗത്തിനേലും ഉപരിയാണ് ഭക്തിയോഗം എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ഭക്തിയോഗം പരിശീലിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആചരിക്കാനായിട്ട് സാധിക്കും. അപ്പോ പണ്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല, രാമാനുജാചാര്യരുടെ കാലത്ത് ഒരു ഖുറേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ സദാസമയവും ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ നടക്കും. കാരണം ആ സ്ത്രീയുടെ കണ്ണുകൾ വളരെ ആകർഷണീയമായിട്ടുള്ള കണ്ണുകളാണ്. അപ്പൊ അതുപോലെ ഈ രാമാനുജാര്യരുടെ കാവേരിയിൽ കുളിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാർ ഒരുപാട് 10,000-കണക്കിന് ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും. പക്ഷേ ഈ ഖുറേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശ്രദ്ധ ഒരിക്കലും രാമാനുജാചാര്യരിലായിരുന്നില്ല. ഈ സ്ത്രീ രാമാനുജാര്യരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും ഖുറേഷ് ഈ സ്ത്രീയുടെ കണ്ണുകളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോ രാമാനുജാചാര്യ ശിഷ്യന്മാര് രാമാനുജാചാര്യോട് പറയും, ആചാര്യ നോക്കൂ, ഇദ്ദേഹത്തിന് ഒരു നാണവും ഇല്ല, ഇങ്ങനെ വഴിവെക്കൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ കണ്ണുകളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, എന്താ അതിനൊരു വഴിയുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ രാമാനുജാചാര്യർക്കും വിഷമം തോന്നി, എങ്ങനെ ഇദ്ദേഹത്തെ ഉദ്ധരിക്കാം എന്നുള്ളത്. അപ്പൊ രാമാനുജാചാര്യ കുളി കഴിഞ്ഞ് വരുന്ന വഴി ഈ ഖുറേഷിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നീ എന്താണ് എപ്പോഴും ഈ സ്ത്രീയുടെ കണ്ണുകൾ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അപ്പൊ ഖുറേഷ് പറഞ്ഞു, അത്
അവളുടെ കണ്ണുകൾ അത്രയും അട്രാക്റ്റീവാണ്, എനിക്ക് എന്റെ കണ്ണുകളെ പിൻവലിക്കാനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാമാനുജൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഇതിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള കണ്ണ് കാണിച്ചു തരാണെന്നുണ്ടെങ്കിലോ? അപ്പോ ഖുറേഷ് പറഞ്ഞു, ഞാൻ അങ്ങനെ കണ്ണിന്റെ ഉടമസ്ഥൻ ആരാണോ ആ വ്യക്തിയെ ഞാൻ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പോ രാമാനുജാര്യ പറഞ്ഞു, നീ ശരി, അടുത്ത ദിവസം രാവിലെ നീ 4 മണിക്ക് ഈ ശ്രീരംഗനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ വാ, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ നട തുറക്കുന്ന സമയത്ത് രാമാനുജാര്യ ഖുറേഷിനെയും കൊണ്ട് അകത്തു പോയി. അങ്ങനെ ആദ്യത്തെ ദീപം തെളിയിച്ച് തൃപ്പാദത്തിന് തൊട്ട് അങ്ങനെ മുഖത്ത് കൊണ്ടുവന്ന് ആ രംഗനാഥന്റെ കണ്ണുകൾ കണ്ടപ്പോ അതോടുകൂടി ഖുറേഷ് വീണുപോയി എന്നാ പറയുന്നത്. ആ സ്ത്രീയോടുള്ള ആകർഷണം പോയി. അങ്ങനെ അദ്ദേഹം രാമാനുജാര്യ ശിഷ്യത്വം സ്വീകരിച്ചു. ആ സ്ത്രീയും രാമാനുജാര്യ ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നെ രാമാനുജാര്യ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ഒരു പരമഭക്തന്മാരായിട്ട് മാറി. അപ്പോ അതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും ബാഹ്യമായിട്ടുള്ള ഒരു ആകർഷണത്തിൽ നിന്ന് പോലും പിൻവലിക്കാനായിട്ട് സാധിച്ചു. എങ്ങനെ? ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചതുകൊണ്ട്. അപ്പോ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അഷ്ടാംഗയോഗം എന്ന് പറയുന്നതെല്ലാം അത് അത്ര എളുപ്പത്തിൽ നമുക്ക് ആചരിക്കാവുന്ന കാര്യങ്ങളല്ല. ധ്യാനയോഗമായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എത്ര ധ്യാനത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും വളരെ എളുപ്പത്തിൽ വീഴ്ച പറ്റാനായിട്ട് സാധിക്കും. സൗകര്യ മഹർഷി 10,000-കണക്കിന് വർഷങ്ങള് ജലത്തിനടിയിൽ മറ്റുള്ള ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും കാണണ്ടാന്ന് പറഞ്ഞ് ജലത്തിനടിയിലിരുന്നു കൊണ്ട് ധ്യാനത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ 2 മത്സ്യങ്ങൾ ഇണചേരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൺട്രോള് പോയി. അങ്ങനെ അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് വെള്ളത്തിന് മുകളിലും എന്നാ പറയുന്നത്. അപ്പോ നമുക്കത്ര എളുപ്പത്തില് നമുക്ക് ധ്യാനത്തിൽ കൂടെ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിൽ കൂടെ നമുക്ക് ഈ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ശ്രീ പ്രഭുപാദർ പറയുന്നത് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഭക്തിയോഗം. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തില് ഈ എല്ലാ പ്രോസസ്സിനെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കൃഷ്ണാവബോധമാണ് എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നത്. അപ്പോ അങ്ങനെ കൃഷ്ണാവബോധം പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അഷ്ടാംഗയോഗത്തിന്റെ ഒന്നും ആവശ്യം തന്നെ വരുന്നില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അടുത്തത് 29-ാമത്തെ ശ്ലോകം. ഈ 5-ാം അധ്യായത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ആണ് അത്. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ത്വാമാം ശാന്തി മൃച്ഛതി. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഹരേ കൃഷ്ണ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭോക്താരം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. ഭോക്താരാം യജ്ഞതപസ്സാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി.
ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ കൃഷ്ണ. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭോക്താരമജ്ഞതപസാം സർവലോകമഹീശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാര വിവർത്തനം ഭാവാർത്ഥവും യജ്ഞതപസാം, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും സർവലോക മഹേശ്വരം, സർവലോകങ്ങളുടെയും അധിപനും സർവഭൂതാനാം, എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ജ്ഞാത്വാ മാം, ഞാൻ എന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ശാന്തിം ഋച്ഛതി, ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും സർവലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. നമുക്കറിയാം, ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരും ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിനുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് അവർക്ക് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. 3 കാര്യങ്ങളവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. യജ്ഞതപസാം ഭോക്താരം, അതായത് യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ്. ഏതൊക്കെ തരത്തിലുള്ള യജ്ഞങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം അവസാനം ചെന്ന് ചേരുന്നത് ഭഗവാനിലാണ്. ഏതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ, ആകാശാത് പതിതം ത്വയം യഥാഗച്ഛതി സാഗരം. ആകാശത്ത് മഴ താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനം അത് സാഗരത്തില് ചെന്ന് ചേരും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഏതൊക്കെ ദേവന്മാർക്ക് നമ്മൾ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും അതെല്ലാം അവസാനം, കാരണം ഈ ദേവന്മാര് എല്ലാവരും തന്നെ ഭഗവാന്റെ കിങ്കരന്മാരാണ്, അസിസ്റ്റൻസ് ആണ്. അപ്പോ അവരെല്ലാം അത് ഭഗവാന് സമർപ്പിക്കും. നമ്മളിപ്പോ ഗണപതിക്ക് പൂജ ചെയ്താലും ശരി, അല്ലെങ്കിൽ മഹാദേവന് പൂജ ചെയ്താലും ശരി, ഏതെങ്കിലും ദേവിക്ക് പൂജ ചെയ്താലും ശരി, സുബ്രഹ്മണ്യന് പൂജ ചെയ്താലും അവരെല്ലാവരും അത് നേരിട്ട് കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കും. അപ്പോ എല്ലാ യജ്ഞങ്ങളുടെയും ഏതൊക്കെ തരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്താലും അതിന്റെ എല്ലാം ഭോക്താവ് അവസാനം ഭഗവാനാണ്. പിന്നെ പറയുന്നത് എന്താണ്? സർവലോക മഹേശ്വരം. ആത്മീയ ലോകത്തിന്റെ മാത്രമല്ല, ഭൗതിക ലോകത്തിന്റെ മാത്രമല്ല, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ മഹേശ്വരൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. മഹാ ഈശ്വരൻ ഭഗവാനാണ്. എല്ലാ ലോകങ്ങളുടെയും ലോകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം ഭഗവാൻ അങ്ങനെ അനന്തശേഷന്റെ മുകളിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രൂപകൂപങ്ങളിൽ നിന്നിങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് യാതൊരു കൺട്രോളും ഇല്ല. ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലെല്ലാം ഭഗവാൻ പ്രവേശിക്കുന്നുണ്ട് ഗർഭോദക്ഷേപക്ഷനായിട്ട്. പിന്നെ അതിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മാവായിട്ട് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ അത് കണക്കില്ലാത്ത അങ്ങനെ സൃഷ്ടികളും ഭഗവാന്റെ ലീലകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരൻ എന്ന് പറയുന്നത് ഭഗവാനാണ്.
അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറയുന്നത് എന്താണ്? സുഹൃതം സർവഭൂതാനം. എല്ലാ ജീവികളുടെയും, മനുഷ്യരുടെ മാത്രമല്ല, ദേവന്മാരുടെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്ത് എന്ന് പറയുന്നത് ഭഗവാനാണ്. നമുക്കൊക്കെ ഈ ഭൗതിക ലോകത്തിൽ ചില സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഹരേ കൃഷ്ണ പ്രഭു, മൈക്ക് ഓഫ് ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സുഹൃതം സർവഭൂതാനാം. എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്ത് എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ചിലപ്പോൾ സുഹൃത്തുക്കൾ ഉണ്ടാവും. പലരും നമുക്ക് ടെമ്പററി ആയിട്ടുള്ള സുഹൃത്തുക്കളാവും. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള സുഹൃത്തുക്കളാവും, കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള സുഹൃത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള സുഹൃത്തുക്കള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശത്ത് താമസിക്കുമ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കള്. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇവര് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കില്ല പലപ്പോഴും. നമ്മൾ പലപ്പോഴും അവരെ മറന്നു പോയിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവര് നമ്മളെ മറന്നു പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ സുഹൃത്തുക്കൾ വേറൊരു വ്യക്തിക്ക് അവരുടെ ശത്രുക്കളാവും. അപ്പൊ അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തുക്കളാണ്. ശ്രീല പ്രഭുവിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ യു ആർ ഓൾവേസ് വെൽ വിഷർ എന്നാണ് പറയുന്നത്. കാരണം ശ്രീല പ്രഭുപാദർ ഈ 69ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ കടലും താണ്ടി ഈ അമേരിക്കയിൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് ഇവിടെ വൃന്ദാവനത്തിൽ നിന്ന് ജപിച്ചാൽ പോരെ? സുമതി മൊറാർജി ചോദിച്ചതാണ്, നിങ്ങൾക്ക് വൃന്ദാവനത്തിൽ നിന്ന് ജപിച്ചാൽ പോരെ, നിങ്ങൾക്ക് എത്ര പൈസ വേണിച്ചാൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോ ശ്രീല പ്രഭുപാദർ പറഞ്ഞു, എന്റെ ഗുരു എന്നോട് പറഞ്ഞിരിക്കുന്നത് അതല്ല, എന്നോട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ പോയിട്ട് കൃഷ്ണാവതാരം പ്രചരിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കത് പാലിച്ചേ മതിയാകൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം 69ാമത്തെ വയസ്സിൽ ഈ അമേരിക്കയിൽ പോയത്. അപ്പൊ ശ്രീല പ്രഭുപാദരും ഈ ഭഗവാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണ്. അദ്ദേഹത്തിന് ആരോടും പ്രത്യേകിച്ച് പ്രിയം അല്ലെങ്കിൽ ദേഷ്യം ഇതൊന്നുമില്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അപ്പോ നമുക്കറിയാം, ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന ഈ ലോകത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് അവര് നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ എന്നിട്ട് പോലും അവർക്ക് ഈ ലോകത്തിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്നും ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം നടക്കുന്നു, ഇറാനും ഇറാഖും തമ്മിൽ, ഇറാനും ഇസ്രയേലും തമ്മിൽ, ഇങ്ങനെ പല സ്ഥലത്തും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഈ സംഘടന ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അവർക്ക് ലോകത്തില് സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിലുള്ള ആ അറിവില്ല, എങ്ങനെ സമാധാനം കൊണ്ടുവരാം എന്നുള്ള അറിവില്ല. അതേസമയം ശ്രീല പ്രഭുപാദര് വളരെ എളുപ്പത്തിൽ കൃഷ്ണാവതാരം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിനെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുകയുണ്ടായി അല്ലെ? അപ്പോ നമ്മള് ഈ ഭഗവത്ഗീതയുടെ അവതാരികയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയ ശോതിജ മുഖ്യമാനഹ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു വൃക്ഷത്തിലേക്കുന്ന രണ്ട് പക്ഷികളിൽ അതിൽ ഒരു പക്ഷി അതിന്റെ പഴം കൊത്തി തിന്നുന്ന വ്യഗ്രതയിലാണ്. അതേസമയം മറ്റേ പക്ഷി വളരെ ശാന്തനായിട്ട് ഈ പഴം കൊത്തി തിന്നുന്ന പക്ഷിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ പഴം കൊത്തി തിന്നുന്ന വ്യക്തിക്ക് പഴം കിട്ടിയിട്ട് പോലും അതിന് എപ്പോഴും ടെൻഷനാണ്. വേറെ ഏതെങ്കിലും പക്ഷികൾ വന്ന് ആക്രമിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് അതെപ്പോഴും ടെൻഷനോട് കൂടിയിട്ടാണ് പഴം ഭുജിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റേ പക്ഷി ശാന്തനാണ്. അപ്പോ എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് ആ പക്ഷിക്ക് ശാന്തത കിട്ടാത്തത്? പഴം കൊത്തുന്ന പക്ഷിക്ക് ദുഷ്ടം യഥാ പശ്യതി അന്യമേശസ്യ മഹിമാനിത്യതി വീതശോക എന്ന് പറയുന്നുണ്ട്. അപ്പോ മുണ്ടകോപനിഷത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്, ശ്വേതാശ്വപനിഷത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെയാണ് നമ്മുടെ അകത്തിരിക്കുന്നുണ്ട് ഭഗവാൻ പരമാത്മാവായിട്ട്. പക്ഷെ നമ്മൾ ആ പരമാത്മാവിന്റെ നേരെ മുഖം തിരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കാത്തത്. അർജുനൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലെ? ഈ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ആ യുദ്ധം ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അദ്ദേഹം ആ സമയത്തൊന്നും ഭഗവാന് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം
അർജുനൻ ഭഗവാന് കീഴടങ്ങി ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് ഭഗവാന് കീഴടങ്ങി കഴിഞ്ഞപ്പോഴാണ് അർജുനന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടിയതും അങ്ങനെ അദ്ദേഹം ആ യുദ്ധത്തില് മുന്നോട്ട് പോകുന്നതും. അപ്പോ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയാം. ഭഗവാനാണ് നമ്മളുടെ എല്ലാ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉറവിടം എന്നുള്ള ആ ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. ഇപ്പോ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ്. അപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ കളിപ്പാട്ടുണ്ട്, കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ഏതൊരു ഇതില് ഈ കാലാവസ്ഥ മോശമായപ്പോൾ ആ ഫ്ലൈറ്റ് കിടന്ന് ഷെയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. മുകളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം വന്ന് താഴെ വീണു. എല്ലാവരും പേടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഈ കുട്ടി മാത്രം വളരെ ശാന്തനായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവസാനം നോർമലായി കഴിഞ്ഞപ്പോൾ മറ്റുള്ള യാത്രക്കാർ ഈ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് ഇത്രയും ഈ ഫ്ലൈറ്റ് ഇത്രയും അപകടാവസ്ഥയിൽ പെട്ട് നിനക്ക് ഒരു പേടി ഉണ്ടായില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറയാണ്, ഈ ഫ്ലൈറ്റിന്റെ പൈലറ്റ് എന്റെ അച്ഛനാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം എന്റെ അച്ഛനാണ് ഈ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത്, അപ്പൊ എനിക്ക് എപ്പോഴും സേഫ് ആണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തില് നമ്മൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്കും ഈ ശാന്തിയും സമാധാനവും നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അതായത് നമുക്ക് അന്നേക്ക് വേണ്ട അന്നം തരുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ കൃപയില്ലാതെ നമുക്ക് അന്നം കിട്ടില്ല. അല്ലാതെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ല നമുക്ക് അന്നം തരുന്നത്. ആ ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് അന്നം കിട്ടുന്നത്. അതുപോലെ തന്നെ ഭഗവാനാണ് എല്ലാത്തിന്റെയും അധിപൻ. ഭഗവാന്റെ അറിവ് കൂടാതെ ഒരു പുൽക്കുടി പോലും ചലിക്കില്ല എന്നുള്ള ആ ഒരു നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ഭഗവാനെ നമ്മൾ സദാസമയം സേവിക്കുമ്പോൾ നമുക്കും ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. അതോട്ട് ഈ അധ്യായം തന്നെ അവസാനിക്കുകയാണ്. കർമ്മ സന്യാസ യോഗം എന്നുള്ള അധ്യായം എങ്ങനെ നമുക്ക് നമ്മുടെ ദൈനംദിന കർമ്മങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കാം, അതുവഴി നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭഗവാൻ അർജുനന് ഈ അധ്യായം സമാഹരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, പറയൂ പ്രഭു. ഈ യജ്ഞങ്ങൾ നടത്തുമ്പോൾ മഴയുണ്ടാവണം നമ്മൾ പലയിടത്തും വായിച്ചിട്ടില്ലേ? അതെങ്ങനെയാ ഒന്ന് ക്ലിയർ ചെയ്യാം? അത് യജ്ഞങ്ങൾ നടത്തുമ്പോൾ, കാരണം അത് അത് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ അഗ്നിയില് ഹോമിക്കുന്നില്ലേ? അപ്പൊ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ആ അന്തരീക്ഷം ചൂടാവുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷം ചൂടായിട്ട് ഇപ്പൊ സാധാരണ എങ്ങനെയാ മഴയുണ്ടാകുന്നത്? ഇപ്പൊ കടലിലെ വെള്ളം ചൂട് കൊണ്ട്, സൂര്യന്റെ ചൂട് തട്ടുമ്പോൾ അത് നീരാവിയായിട്ട് മുകളിൽ പോകും. അങ്ങനെ മുകളിൽ പോയിട്ട് അത് പിന്നെ ആ മേഘങ്ങളിൽ തട്ടിട്ട് വീണ്ടും അന്തരീക്ഷം തണുക്കുമ്പോൾ താഴോട്ട് മഴയായിട്ട് വരും. അപ്പൊ അതുപോലെ തന്നെ യജ്ഞങ്ങൾ നടത്തുന്ന സമയത്ത്, കാരണം എല്ലാത്തിനെയും നമുക്ക് മഴയായാലും വെയിലായാലും ഇതെല്ലാം തരുന്നത് നമുക്ക് ഭഗവാനാണ്. അപ്പോ ഭഗവാൻ സംപ്രീതനാകുമ്പോൾ ഈ കാലാവസ്ഥ നമുക്ക് ആ നോർമലായിട്ടുള്ള ഏത് സമയത്ത് മഴ വേണോ ആ സമയത്ത് മഴ വരും, ഏത് സമയത്ത് വെയിൽ വേണോ ആ സമയത്ത്. കാരണം ഇതെല്ലാം തന്നെ ഈ സസ്യജാലങ്ങളുടെയും എല്ലാം നിലനിൽപ്പിന് ഈ വെയിലും ആവശ്യമാണ്, മഴയും ആവശ്യമാണ്, തണുപ്പും ആവശ്യമാണ്. ചില സസ്യങ്ങൾ തണുപ്പ് പ്രദേശങ്ങളിൽ വളരും, ചില സസ്യങ്ങൾ മഴയുള്ള സമയത്ത് വളരും, ചില സമയത്ത് ഈ ചൂടുള്ള സമയത്ത് മാത്രമേ വളരുള്ളൂ. ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ അത് മരുഭൂമിയിൽ വളരുന്ന ചെടികളാണ്. അതുപോലെ ചില പക്ഷികള് ആ മഴവെള്ളം മാത്രമേ, ഇപ്പൊ വേഴാമ്പൽ പക്ഷി അത് ഒരിക്കലും വെള്ളം കുത്തി കുടിക്കില്ല, കൊക്കുണ്ട് അല്ലേ, അത് മഴ വരുന്നതും കാത്തിരിക്കും. ആ മഴ വരുമ്പോൾ മാത്രം ആ കൊക്ക് തുറന്നിട്ട് വെള്ളം കുടിക്കും. അപ്പൊ മഴയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ അറിയാം, നമുക്കിതൊന്നും അറിയില്ല. അപ്പൊ ഭഗവാൻ അത് വേണ്ട രീതിയിൽ ആ യജ്ഞങ്ങൾ നടത്തുമ്പോൾ ഭഗവാൻ സംപ്രീതനാകുന്നു. അപ്പൊ അതുവഴി നമുക്ക് മഴ കിട്ടും. അതാണ് സംഭവിക്കുന്നത്.
അല്ലാണ്ട് നമ്മള് ഫിസിക്കലായിട്ട് ഒരു വലിയ ഹോമകുണ്ടത്തില് യജ്ഞം നടത്തി അതീന്ന് മഴ ഉണ്ടാവണം അങ്ങനെയല്ലല്ലോ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലേ പ്രഭു? ഭഗവാൻ നമ്മൾ ഫിസിക്കലായിട്ട് യജ്ഞം നടത്തുമ്പോ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, യജ്ഞ തപസാം ഭോക്താരം, അതായത് എല്ലാ യജ്ഞങ്ങളുടെയും അതിന്റെ ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. അപ്പോ ഭഗവാൻ സംപ്രീതനാകും, അപ്പൊ നമുക്ക് മഴ കിട്ടും. പക്ഷെ അത്രയ്ക്ക് നമുക്ക് കിട്ടണത്ര മഴ ഈ വേൾഡിൽ കിട്ടണത്ര മഴയ്ക്കുള്ള യജ്ഞങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലല്ലോ പ്രഭു ഇപ്പൊ ഫിസിക്കലി. ഞാനൊരു ഉദാഹരണം പറയാം. 2000 ഇവിടെ മായാപൂര് പുതിയ ടെമ്പിൾ പണിയുന്ന ആ സൈറ്റിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂടി ഒരു സങ്കീർത്തന യജ്ഞം നടത്തി. അന്ന് തീയൊന്നും കത്തിച്ചിട്ടല്ല, സങ്കീർത്തന യജ്ഞം. ആ സങ്കീർത്തന യജ്ഞം ചെയ്തപ്പോൾ ആ സങ്കീർത്തന യജ്ഞം നടക്കുന്ന ആ ഏരിയയിൽ മാത്രം മഴ പെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ സങ്കീർത്തന യജ്ഞത്തിന് പോലും മഴ പെയ്യിക്കാനുള്ള കഴിവുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഇതുപോലെ നമ്മളെങ്ങനെയായാലും ഭഗവാനെ സംപ്രീതനാക്കുമ്പോ ആ യജ്ഞത്തിൽ കൂടെ നമുക്ക് അതെ ഭഗവാൻ എല്ലാം അതെ തരും. അങ്ങനെ നമ്മൾ അതെ മനസ്സിലാക്കണം അല്ലേ പ്രഭു? അതെ ഒരിക്കൽ ഞങ്ങള് ദുബായില് ആ സിഖുകാരുടെ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ അവിടെ ഒരു യജ്ഞം നടത്തി. അന്ന് അവിടെ ഇതുണ്ടായിരുന്നു, ദീക്ഷാ സെറിമണി ഉണ്ടായിരുന്നു. അവിടെ യജ്ഞം നടത്തി സങ്കീർത്തനം നടത്തിയപ്പോഴ് ആ ടെമ്പിൾ ഇരിക്കുന്ന ഏരിയയിൽ മാത്രം മഴ പെയ്തു. ദുബായില് മരുഭൂമിയാണ്, ആ ടെമ്പിൾ ഇരിക്കുന്ന ഏരിയയിൽ മാത്രം വന്ന് മഴ പെയ്തു. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പൊ ഭഗവാൻ സംപ്രീതനായി കഴിയുമ്പോൾ മഴ കിട്ടും നമുക്ക്. ഓക്കെ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പിന്നെ പ്രഭു